ഇറാഖ് വീണ്ടും യുദ്ധത്തിനെ നേരിടാൻ തയ്യാറാവുകയാണ്. അവയുടെ പുറകിൽ ആരാണുള്ളത് എന്നതാണ് ഏറ്റവും അതിശയകരമായ വസ്തുത. അത് മറ്റാരുമല്ല, ചൈനയാണ്. ഇറാൻ ചൈനയിൽ നിന്നും മിസൈൽ നിർമ്മാണ ചേരുവകൾ വൻതോതിൽ കയറ്റുമതി ചെയ്യാൻ ഓർഡർ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത്. അവയിൽ തന്നെ 800 എണ്ണം ബാലിസ്റ്റിക് മിസൈലുകളാണ്. അതിലാണെങ്കിൽ ശക്തി പകരാൻ കഴിവുള്ള ആയിരക്കണക്കിന് ടൺ രാസവസ്തുക്കൾ അവരുടെ വഴിയിലുണ്ട്. ഇത് ആദ്യമായല്ല. ഈ വർഷാരംഭത്തിൽ ചൈനീസ് കപ്പലുകൾ 1000 ടൺ സോഡിയം പെർ ക്ലോറേറ്റ് എന്ന രാസവസ്തു ഇറാനിലേക്ക് എത്തിച്ചു. ഇത് 260 ഹ്രസ്വദൂര മിസൈലുകൾക്ക് ഇന്ധനം നൽകാൻ പര്യാപ്തമാണ്. ഇപ്പോൾ മറ്റൊരു പ്രധാന രാസവസ്തുവായ അമോണിയം പെർ ക്ലോറേറ്റിനുള്ള പുതിയ ഓർഡറുകൾ വരും മാസങ്ങളിൽ എത്തും. ഇത് 100 കണക്കിന് മിസൈലുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഇറാന്റെ കഴിവ് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ ഇടപാടുകളെ കുറിച്ച് തങ്ങൾക്കൊന്നും അറിയില്ലെന്നാണ് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം അവകാശപ്പെടുന്നത്. മാത്രമല്ല, അത്തരം ഇരട്ട ഉപയോഗ ഇനങ്ങളുടെ കയറ്റുമതി കർശനമായി നിയന്ത്രിക്കുന്നു എന്നുകൂടി പറയുന്നുണ്ട്. പക്ഷേ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ മേഖലയിലെ ഏറ്റവും വലിയ ഒന്നായ ഇറാന്റെ മിസൈൽ പദ്ധതി വീണ്ടും പൂർവാധികം ശക്തിയോടെ തിരിച്ചെത്തിയിരിക്കുന്നു എന്നതാണ്. ഈ തിരിച്ചുവരവിന് പിന്നിൽ ഒരു വലിയ തിരിച്ചടിയുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രയേൽ ഇറാന്റെ പ്രധാന ഫാക്ടറികൾ ആക്രമിക്കുകയും മിസൈലുകൾക്കുള്ള രാസവസ്തുക്കൾ കലർത്താൻ ഉപയോഗിക്കുന്ന 1 ഡസനോളം യന്ത്രങ്ങൾ തകർക്കുകയും ചെയ്തിരുന്നു. ഈ ആക്രമണം തെഹ്റാന് വലിയ നാണക്കേടും ഉൽപാദനത്തിന് തടസ്സവും സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ഇറാൻ വേഗം തന്നെ തിരിച്ചു കയറുകയാണ് ഉണ്ടായത്. ഈ ചൈനീസ് കയറ്റുമതികൾ അവരുടെ മിസൈൽ പദ്ധതിയെ വീണ്ടും ജ്വലിപ്പിക്കുന്ന തീപ്പൊരിയാണ്. ഇതിനിടയിൽ ഇറാൻ അമേരിക്കയുമായി കടുത്ത ആണവ ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ആണവ പദ്ധതികൾ, പ്രത്യേകിച്ച് അവരുടെ വർദ്ധിച്ചു വരുന്ന യുറേനിയം ശേഖരം തടയാനായിട്ട് നന്നായിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ കണക്കനുസരിച്ച് ഇറാൻ 408 കിലോഗ്രാമിലധികം 60% ശുദ്ധതയുള്ള യുറേനിയം ശേഖരിച്ചിട്ടുണ്ട്. അതാകട്ടെ 9 ന്യൂക്ലിയർ ബോംബുകൾ നിർമ്മിക്കാൻ മതിയായതാണ്. തങ്ങളുടെ ആണവ പ്രവർത്തനങ്ങൾ സമാധാനപരമാണെന്നാണ് ഇറാൻ വാദിക്കുന്നതെങ്കിലും ട്രംപ് അത് ഇനിയും വിശ്വസിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. ഈ വർഷം ആദ്യം അമേരിക്ക ഇറാന്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമേനിക്ക് ഒരു ആണവ ചർച്ചാ നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും യുറേനിയം സമ്പുഷ്ടീകരണം നിർത്താൻ ആവശ്യപ്പെടുകയും ഉണ്ടായി. കഴിഞ്ഞ ആഴ്ച ട്രംപ് ഭരണകൂടം പുതിയൊരു പദ്ധതി അവതരിപ്പിച്ചു. പക്ഷേ ഖമേനി അത് പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഉണ്ടായത്. നിങ്ങൾക്ക് എന്താണ് ഇതിൽ കാര്യമെന്നാണ് ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികളിലെ US ഇടപെടലിനെ ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം തിരിച്ചടിച്ചത്. മാത്രമല്ല, അമേരിക്കയുടെ നിർദ്ദേശം ഞങ്ങളുടെ താല്പര്യങ്ങൾക്ക് പൂർണ്ണമായും വിരുദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. ചർച്ചകൾ സ്തംഭിച്ചതോടുകൂടി ഇരുപക്ഷവും ഉറച്ചു നിൽക്കുകയാണ്. ഇറാന്റെ സമയം തീർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതൊരു ഭീഷണിയായി തന്നെ കാണാവുന്നതാണ്. അതേസമയം ടെഹ്റാൻ തങ്ങളുടെ ആണവ അല്ലെങ്കിൽ മിസൈൽ പദ്ധതികൾ പരിമിതപ്പെടുത്താൻ ഒരുങ്ങുന്നുമില്ല. ചൈന മറിഞ്ഞിരുന്ന് ഇറാന്റെ യുദ്ധതന്ത്രങ്ങൾക്ക് ഇന്ധനം നൽകുമ്പോൾ തെഹ്റാൻ 1 ഇഞ്ച് പോലും വിട്ടുകൊടുക്കാൻ തയ്യാറുമല്ല. ഇങ്ങനെ ഉദ്യോഗജനകമായ ഏറ്റുമുട്ടലിനാണ് വേദി ഒരുങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ ശ്വാസമടക്കി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഇറാനിലേക്കാണിപ്പോൾ.